നിന്റെ അടുത്തൊരു കാര്യം പറയാൻ. അത് ഒരു മിനിറ്റ് ഞാൻ പറയുമ്പോ കൊടുക്കാം. ഞാൻ പറയുമ്പോ കൊടുക്കാം. എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് ഞാന് കൊറേ പ്രാവശ്യം ഞാൻ പറയാതെ പറഞ്ഞിരിക്കണം നിന്റെ അടുത്ത്. മനസ്സിലായോ? നിനക്ക് മനസ്സിലാകേണ്ട രീതിയിൽ കുറെ കാര്യങ്ങൾ ഞാൻ നിന്റെ അടുത്ത് പറയാതെ പറഞ്ഞിരിക്കണേ. അത് ഞാനൊരു ബൈ വേർഡ്സ് ഞാനിത് ഒരു കുറച്ചേരം കഴിഞ്ഞിട്ട് പറയാം. അതല്ലേ ഇപ്പൊ പറയാം. ബ്ലേക്ക് ആന്നിട്ടടാ. ഷമീറ അല്ല, ഷമീറ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ. എല്ലാവരും ഒന്ന് എല്ലാവരും സൈലന്റ് ആവണേ. ഭൂമി ഇങ്ങോട്ട് വാ. ഭൂമി സൈലന്റ് ആക്ക, ഫോൺ സൈലന്റ് ആക്ക. ഇത് ഭൂമി. ഭൂമി ஹாய் பூமி. இது ஷேக்கானே. ஹாய் ஹாய். போன அந்த பொண்ணு அப்படி நின்று அப்படி திரும்பி உன்னை அப்படி பார்க்கறா. காதோரமா அவ தாண்டா அவன் வாழ்க்கை, அவளை விட்டுறாதரான்னு யாரோ சொல்ற மாதிரி கேட்டுச்சு. ആടാ എന്തിനാ ഇത് റിവൈൻഡ് ചെയ്യുന്നത്? 10 പ്രാവശ്യം കാണണോ? ഇത് ഭൂമി. ഹായ് ഭൂമി. இது ஷேக்கானே. ஹாய் ஹாய். போன அந்த பொண்ணு அப்படி நின்று அப்படி திரும்பி உன்னை அப்படி பார்க்கறா. காதோரமா அவ தாண்டா அவன் வாழ்க்கை, அவளை விட்டுறாதரான்னு யாரோ சொல்ற மாதிரி கேட்டுச்சு. ഞങ്ങക്ക് വെറുതെ നടന്നാലും മതി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിക്കൊണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഞാൻ പണിതത് അത് വിൽക്കാൻ വേണ്ടിട്ട്. ഞാൻ ആഗ്രഹിച്ചു പണിതത് അത്. ഈ പണിതെന്ന് പറയുമ്പോ ഈ കല്ലൊക്കെ ചുമന്നിട്ട് അല്ല പറ. എന്നിട്ട് കഥ പറഞ്ഞില്ലല്ലോ ഫുള്ള്. പ്രയോറിറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറ. നായി കല്യാണം ഒന്നും കഴിക്കണ്ട അപ്പൊ നിനക്ക്. അതെന്താ? നല്ലൊരാളെ നമുക്കൊരു ഫീലിംഗ് തോന്നണ്ടേ? അങ്ങനെ ഫീലിംഗ് വരും. വലിയ മൈൻക്രാഫ്റ്റ് നമുക്ക് അങ്ങനെ തോന്നിട്ട് ഇല്ല ഇതുവരെ. സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നാൻ അങ്ങനത്തെ ഒരു പെൺകുട്ടികളെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ തോന്നുന്നുണ്ട്. അല്ല കേട്ടില്ല. എന്താ കേട്ടില്ല? അതാ ഒന്നും കൂടി പറഞ്ഞ കേട്ടില്ല. അല്ല ഇയാൾക്ക് എന്നോടൊന്നും അങ്ങനെയൊന്നും അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചോദിച്ചൊന്നുമില്ലല്ലോ. അല്ല ഞാനിങ്ങനെ നമ്മളൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചതാ. എന്താ കുട്ടിന്റെ ഇഷ്ടങ്ങൾ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചതാ. വർക്ക്ഔട്ട് ആവുന്നുണ്ട് എനക്ക് തോന്നുന്നുണ്ട്. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ. അപ്പൊ എനിക്കൊരു ചെറിയ കമ്മിറ്റ്മെന്റ് എൻ്റെ അടുത്ത്. കമ്മിറ്റ്മെന്റ് എന്നുള്ളതിന്റെ അപ്പുറത്ത് എനിക്ക് എന്തോ ഒരു ഇത് വേറൊരു തരം ഫീലിങ്സ് ഒക്കെ എനിക്ക് നിന്റെ അടുത്ത് തോന്നുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ നീ ഒരു പ്രയോറിറ്റി ആയി മാറുമോ എന്നുള്ളൊരു ഇതാണ്. മനസ്സിലായോ? അപ്പം നീ അങ്ങനെ അവോയ്ഡ് ആക്കരുത്. അല്ല എനിക്കങ്ങനെ പല പ്രാവശ്യം എനിക്ക് തോന്നി നീ അവോയ്ഡ് ആക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ വേറെ ആൾക്കാരുടെ അടുത്തൊന്നും തോന്നാത്തത് തോന്നുന്നതുകൊണ്ട് ഞാൻ നിന്നെ കീപ് ട്രൈങ് ടു കോണ്ടാക്ട്. അതുകൊണ്ടാണ്, അല്ലാതെ ഇല്ല അവോയ്ഡൊന്നും ആക്കത്തില്ല.
കോല് വേണോ വടിയല്ലോ ഞാൻ എത്ര വട്ടം വിളിച്ചു, നീ അടുത്തില്ലല്ലോ പോണം. ഞാൻ ഡിപ്രഷനില്ല. അതല്ലേ പറഞ്ഞത്, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ലല്ല അതൊന്നല്ല, നീ കണ്ടിട്ട് എന്നെ അവോയ്ഡ് ആക്കി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ അവോയ്ഡ് ആക്കും. ഓക്കെ എന്നെ അവോയ്ഡ് ആക്കും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നമുക്ക് നടക്കേണ്ട ആവശ്യമുണ്ടോ? അവള് വരുവാടാ, അവള് വരും. ഒക്കെ അങ്ങനെ വരാക്കാൻ കഴിയൂല, മനസ്സിലായ? നീ ഞാനൊന്ന് കോയിൻസിഡൻസിലി മാച്ച് ആയില്ലേ? ഇന്നും കൂടി പറഞ്ഞോളൂ. അല്ലടാ ഈ പാട്ട് കേട്ടോളൂ നിങ്ങള്. ഒന്ന് വരാൻ പറ. പോയതാ ഒഴിച്ചൊക്കെ. ആ നിന്റെ ജാതകത്തിന് ഞാനൊരു തെളിച്ചം കാണുന്നു. ആണോ? അതെ. ചെറുതായിട്ടൊരു വര തെളിഞ്ഞ പോലെ എനക്കും തോന്നുന്നുണ്ട് സ്വാമി. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തേലും ഇങ്ങനെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എന്തേലൊക്കെ ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ സോറി. ഞാനതൊക്കെ ഫണ്ടിന് വേണ്ടിക്ക് ചെയ്തിട്ടുള്ള, മനസ്സിലായോ? അല്ലാതെ എനിക്ക് ആകെ ഒറ്റ കണ്ടീഷനുള്ളൂ. എന്നെ ഈ പറയണ പോലെ എന്നോട് തിരിച്ച് ലോയലാവണം. എനിക്ക് ആ ഒരു സംഭവമേ ഉള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ സൗന്ദര്യം അല്ലെങ്കിൽ പൈസ അങ്ങനെയൊന്നും നോക്കിയിട്ടുള്ളതൊന്നും അല്ല എൻ്റെത്, മനസ്സിലായോ? എനിക്ക് വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോൾ നിർത്തിയിട്ടുള്ളതും അത് ഇനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ എനിക്ക് ഒപ്പം നിൽക്കുന്ന എനിക്ക് തോന്നുന്ന ആൾക്കാരെ മാത്രമേ മൈൻഡ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് സിറ്റിയിൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെ ഫാമിലിയും ഒന്നിപ്പോൾ നീയാണ്, മനസ്സിലായോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിക്കത്തില്ലായിരുന്നു. നോർമലി നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി നീ ഒരുപാട് എഫോർട്ട് ഇടുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങള് പൊളിയാട്ടാ. പൊക്ക് തന്നതല്ല, എന്നാലും മാക്കിന്റെ പ്രപ്പോസൽ സീൻ കഴിഞ്ഞിട്ട് ഭൂമിക്ക് ഒരു പ്രാങ്ക് പോലെ ആലീസിനോട് എന്നെ പ്രപ്പോസ് ചെയ്യാൻ ഞാനിവിടെ പറയാൻ എല്ലാവരും ഏൽപ്പിച്ചു തരും. പക്ഷെ അത് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് വേണ്ട. അതിൻ്റെ മാക്ക് പ്രപ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ആ ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. അത് എത്രത്തോളം ഹേർട്ട് ആവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഫീലിങ്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ നാളെ എന്നെ പെൺകുട്ടി വന്നാണ്ട് പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാനവിടെ ഉണ്ടല്ലോ, നടക്കൂല. லவ் பண்றேன். ഷെയ്ക്ക ഹലോ, ഇതെന്താ ഇത് സാധനം ഷെയ്ക്ക? ഇന്റർവെല്ല് കഴിഞ്ഞു. കാര്യം പറയണ്ടേ? ഒരു മിനിറ്റ്. ഞാനും ഇങ്ങനെയല്ല ആവാൻ പോയത്. റൊമാൻറ്റിക് അങ്ങനെ പറയാ. എന്തിമോട്ടോ? അവരെന്തോ പറയുന്നു. ഭൂമി
ഞാന് നിന്റെ അടുത്ത് പറയാതെ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് അറിയുന്നുണ്ടാവും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ ഞാനതൊരു കുറേ ആൾക്കാർ നീട്ടി പറയുന്ന പോലെ ഞാനത് അങ്ങനെ പറയണില്ല. ഐ ലവ് യു. ഭൂമി വീണു. വീടു എനിക്കൊന്നും പറയാല്ല. ഞാൻ പറയണോ? ആ പിന്നെ ഉസ്മാൻ അറിയിക്കണം. ഞാനും അല്ലേ? ഞാനിങ്ങനെ വലിച്ചിട്ടുണ്ടല്ലോ. ഇല്ല നീ ഞാൻ തന്നെ എപ്പോഴും കൂടുതൽ സംസാരിക്കുന്ന ആള് ഞാൻ തന്നെ അല്ലേ. നീ എനിക്ക് എന്തേലും പറയണ്ടേ പറ. അല്ല, പ്രിപ്പറേഷൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, കുറെ പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറണ്ട. അന്ന് ഇന്നത്തെ ദിവസം പ്രിപ്പയർ ആയിട്ട് വരാൻ പറഞ്ഞതല്ലേനോ? അല്ല, ഞാൻ പ്രിപ്പയർ ആയി. ആ പറ. എനിക്ക് കയ്യെന്തോ പറക്കുന്നല്ല. ഇഷ്ടാണ്. ക്ഷമിക്കണം. ഇഷ്ടാണ്. കൺഗ്രാറ്റുലേഷൻസ് ഷേക്ക്. കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് ബ്രദർ. താങ്ക് യു. നമുക്ക് ഒരു ദിവസം തന്നെ രണ്ടാൾക്ക് എല്ലാ കാര്യവും നടന്നത്. ഒരു മിനിറ്റ് ശരിക്കാൻ മാരെ അഗയല ഹലോ, നമുക്ക് അതങ്ങനല്ല. ഞാൻ വേറെ സെമീറ സഹിക്കാൻ ഈ നക്ക് സമീറ. വീഡിയോ കോള് ഷേക്ക് നമുക്ക് ഭൂമി നമുക്ക് ഒറ്റ ദിവസം തന്നെ രണ്ടാൾക്കും പെണ്ണായടാ. ഷബീറ നമ്മള് കൊറേ പാടുപെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. എടാ നിങ്ങൾ കുറച്ച് പേഴ്സണൽ ഇതെടുത്ത് നമുക്ക് മാറാം. അല്ല സഹിക്കാൻ ഇച്ചൊരു കാര്യം പറയാനുണ്ട്. എന്താണ് പറ. ഞാനും ഉസ്മാനും പോവാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പോവാ ഉസ്മാന, നമുക്ക് പോവാ. സാബുഗുരു വിളിക്കണ്ട് കുറച്ചായിട്ട്. എന്തിനാ സാബുഗുരുവിനോട് കളിക്കണം? ആവോ അറിയില്ല. സാബുഗുരുനോട് വരാൻ പറഞ്ഞാ ഒന്ന് മാറ ഉസ്മാൻ. ഞാൻ ഇവിടെ ഉണ്ട്. പന്നാർ ഉസ്മാന ഒന്ന് മുന്നെന്ന് പറയാം. ഇങ്ങോട്ട് വരാൻ പറയും. സാബിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഞാൻ പറഞ്ഞു ഹഗ് കൊടുക്കാ. ഭൂമി ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോ ഭൂമി ഇങ്ങോട്ടോ. അത് ഞാണ്ട് പോലെ ഞാനൊന്ന് പോട്ടാണ്ട്. വിളിക്കുന്ന ആറി പോടാ. ഫോട്ടോ കണ്ടപ്പോ നിങ്ങൾക്ക് ഫോണിലൊരു ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടോ? നീ നല്ല ആലോചിച്ചിട്ട് പറഞ്ഞതല്ലേ? അല്ല, എന്റെ കേസില് വേറുള്ളവരെ പോലെ ആവൂല, മനസ്സിലായോ? നിന്റെ പഴയ റിലേഷൻ ബ്രേക്ക് ആവാൻ കാരണം പ്രയോറിറ്റി ഇല്ല എന്നുള്ളൊരു സംഭവം കൊണ്ടല്ലേ? എൻ്റെ കേസിൽ അത് ഉണ്ടാവില്ല. എപ്പോഴും ചിലപ്പോൾ നിനക്ക് ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നീ എൻ്റെ വൺ ഓഫ് ദ പ്രയോറിറ്റി ആയിരിക്കും, മനസ്സിലായോ? അതെനിക്കറിയാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളിടയിൽ ഇനി നമ്മൾ ഒഫീഷ്യലി റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഒരു തേർഡ് പേഴ്സൻ്റെ ഒപ്പീനിയൻ എടുക്കരുത് ഇതിൽ, മനസ്സിലായോ?
ആ അനക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ് തീർത്താൽ മതി, വേറൊരാളെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണ്ട. നീ നിന്റെ സൈഡിൽ നിന്ന് ആരെയും ഒപ്പീനിയൻ എടുക്കണ്ട, ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഒരാളെ ഒപ്പീനിയൻ എടുക്കൂല. നിനക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്താൽ മതി, മനസ്സിലായോ? മനസ്സിലായി. പിന്നെന്താന്ന് വെച്ചാൽ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത്. ഞാനൊരു എന്തെങ്കിലും ഒരു തിരക്കിലാണെന്നുണ്ടെങ്കിൽ നീ അത് ഞാൻ ആ തിരക്കിലാണെന്നുള്ളത് നീ മനസ്സിലാക്കണം, മനസ്സിലായോ? അല്ലാതെ നിന്നെ അവോയ്ഡ് ആക്കുന്ന പോലെ ഒന്നും നീ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്, പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ ഞാൻ എന്തായാലും എന്നെ ഇട്ടിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരിക. പിന്നെ നീ എന്തായാലും നിന്നെ അടങ്ങാറാക്കൂല, അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ